ഗായ്സ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ആൻഡ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എമ്പുരാനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് സംസാരിച്ച ആ ഒരു വീഡിയോനെ ബേസ് ആയിട്ട് ഒന്ന് സംസാരിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ തുറക്കുന്ന സമയത്താണ് ലാലേട്ടന്റെ അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അതായത് 36 ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആ ഒരു സീരീസിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ 36 ക്യാരക്ടേഴ്സും കാണിച്ചു കഴിഞ്ഞു എന്നതാണ് എമ്പുരാനെ കുറിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് വരുന്ന ഒരു അപ്ഡേറ്റ്. അതിൽ ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ അല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടായത് 3 ക്യാരക്ടേഴ്സ് ആയിരുന്നു ലാസ്റ്റ് വരേണ്ടിയിരുന്നത്. അതിൽ ഒന്ന് ലാലേട്ടനാണെന്ന്, രണ്ടാമത്തത് പൃഥ്വിരാജ് ആണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായി, ബിക്കോസ് അവർ വന്നിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ ഒരാള് ആര് എന്നതായിരുന്നു ഭയങ്കര ക്വസ്റ്റ്യൻ. ഈവൻ ഞാനും എക്സ്പെക്ട് ചെയ്തു മൂന്നാമത്തെ ആൾ ആ വില്ലൻ ആണോ, ആ മെയിൻ വില്ലൻ, നമ്മളെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വില്ലൻ ഉണ്ടല്ലോ, അത് അയാൾ ഇതുവരെ കാണിച്ചില്ല. അപ്പൊ അയാളാണോ എന്നുള്ളൊരു ഒരു ആൻസിപ്പേഷൻ, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞ് പാളീസായി. മൂപ്പരെ കാണിച്ചിട്ടില്ല. അതിന് മുമ്പ് ഒരു അഭിമന്യു സിംഗോ അങ്ങനെ ഒരു ആക്ടറിനെ കാണിച്ചത് മൂന്നാമത്തെ ഒരാളായിട്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ സിനിമേന്റെ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഈ മെയിൻ വില്ലൻ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ വെക്കും എന്നുള്ളത്. ബിക്കോസ് അത് നമ്മൾ റിവീൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ സസ്പെൻസ് പോയി. സോ അതുകൊണ്ട് ആ ഒരു മെയിൻ വില്ലൻ എവിടെയും സസ്പെൻസ് റിവീൽ ആക്കിയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. സോ നമ്മൾ നേരെ ഇപ്പൊ പറയാൻ പോകുന്നതില്ല, പൃഥ്വിരാജ് വന്ന് സംസാരിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആണ് ഇതിന്റെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ. ഡയറക്ടറാണ്, ആക്ടറാണ്, ഒരു ഭയങ്കരമായ ഒരു ക്യാരക്ടറും സയ്യിദ് മസൂദ് എന്നുള്ള ഒരു ക്യാരക്ടറും കൂടി മൂപ്പര് ചെയ്യുന്നുണ്ട്. അപ്പൊ പൃഥ്വിരാജ് വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം മൂപ്പരുടെ സംസാര രീതി, മൂപ്പരെ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ സംസാരത്തിൽ, അത് പക്ക ഉണ്ടായിരുന്നു ആ ഒരു 2 മിനിറ്റ് വീഡിയോ തന്നെ. അപ്പൊ ഞാനത് മുഴുവൻ ഇരുന്ന് കേട്ടു. ബിക്കോസ് മൂപ്പർ എന്താണ് പറയുന്നത്, ബാക്കി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഈ മൂപ്പര് പൃഥ്വിരാജ് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നുള്ള ഒരു കറക്റ്റ് ആകാംക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, മൂപ്പര് പറയാതെ ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്റൻഷനലി ആണോ അൺഇന്റൻഷനലി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മൂപ്പര പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ അതൊരു കൊടൂരമായൊരു സംഭവമാണ്. ആ വില്ലനെ കുറിച്ച് തന്നെയാണ് സംസാരം, അത് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് മൂപ്പര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ദ ഇൻഫേമസ് നെക്സസ് ഗ്രൂപ്പ് തലവനാണ് നമ്മുടെ എബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ആ ഒരു സിൻഡിക്കേറ്റ് എന്നതാണ്, ഇന്റർനാഷണൽ സിൻഡിക്കേറ്റ് എന്നാണ് പറയുന്നത്. സോ ഇൻഫേമസ് നെക്സസ് ഗ്രൂപ്പിന്റെ സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റിന്റെ മേഴ്സണറി ഗ്രൂപ്പ് ഉണ്ട്. ആ മേഴ്സണറി ഗ്രൂപ്പ് ഹിറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ആ ഹിറ്റ് ഗ്രൂപ്പിന്റെ തലവനായിട്ടാണ് സയ്യിദ് മസൂദ് എന്നൊരു കഥാപാത്രം പൃഥ്വിരാജ് ചെയ്യുന്നത്. ഈ സയ്യിദ് മസൂദ് ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ ഫസ്റ്റ് ഇൻട്രോയില് ലൂസിഫറിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ കാണിക്കാൻ പോകുന്നത് പറഞ്ഞത് സയ്യിദ് മസൂദിന് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ സയ്യിദ് മസൂദിന്റെ ആ ഒരു പാസ്റ്റ് ഒരു ജീവിതത്തിലേക്ക് എബ്രഹാം ഖുറേഷി എങ്ങനെയാണ് കടന്നു വന്നത്, അവര് തമ്മിലുള്ള ഒരു ലിങ്ക് കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഈ L2 കാണിക്കുന്നുണ്ട് എന്നാണ് ആദ്യമായിട്ട് പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ക്യാരക്ടർ പോസ്റ്റിൽ കാണിച്ച പോലെ സയ്യിദ് മസൂദിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റ് നമ്മൾ അതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ബ്രീഫ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ബാക്ക് സ്റ്റോറി. നമ്മൾ ടീസറിലെ ഡീകോഡിങ്ങിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നിരുന്നാലും ആരാണ്, എന്താണ്, അവർ തമ്മിൽ ലിങ്ക് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ജീവിതത്തിലേക്ക് കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാലേട്ടന്റെ ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റ് ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര 15-16 മിനിറ്റ് ആയിട്ടുള്ളൂ. മേ ബി ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ ലാലേട്ടൻ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ലാലേട്ടൻ ഇതേപോലെ തന്നെയാണ് പറയുന്നത്. എന്താണ്, നേരത്തെ എബ്രഹാം ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു കഥാപാത്രമാണ് ലൂസിഫറിൽ ഉടനീളം കാണിച്ചത്. അതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരാൾക്ക് മറ്റൊരു മറുവശം കൂടി ഉണ്ട്, അതാണ് നമ്മുടെ എബ്രഹാം ഖുറേഷി. അപ്പൊ ആ ഒരു എബ്രഹാം ഖുറേഷിന്റെ കഥ, എബ്രഹാം ഖുറേഷി ആരാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് L2 കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ട് മൂപ്പര് ഒരു ഹൈപ്പ് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മെയിൻ വില്ലൻ വിഷയം, ആ വിഷയത്തെക്കുറിച്ച് മൂപ്പര് റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മൂപ്പരെ വായിന്ന് പറയാതെ പറഞ്ഞ കുറച്ച് സത്യങ്ങൾ, അതിഭീകരമായ കുറച്ച് സത്യങ്ങൾ മൂപ്പര് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മൂപ്പരുടെ ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഹിയർ. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു.
Yeah, or was it മോനെ. a misplaced assumption? Watch Empuran, the So, second part of the Lucifer കേടെ franchise, കൊണ്ടെത്തിച്ചു. on 27th of March ഇങ്ങേരില്ലേ 2025 ചെറിയ പടം എന്ന് in പറഞ്ഞിട്ട് theaters worldwide. എടുത്തു വെക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കൊടൂര ഭീകരമായ ഐറ്റാണ്. അതായത് മൂപ്പര് പറഞ്ഞു വെക്കുന്ന പറഞ്ഞാല് ഫസ്റ്റ് ആ ഒരു എംപുരാനിൽ നമ്മൾ വിചാരിച്ചിട്ടല്ല, ലൂസിഫർ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഈ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ആ ഒരു നെക്സസ് ഗ്രൂപ്പിന്റെ തലവൻ, ഇന്റർനാഷണൽ സിൻഡിക്കേറ്റിന്റെ ആ ഒരു വലിയൊരു രൂപം, അദ്ദേഹത്തോട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ അല്ലെങ്കിൽ തീ പോലെ മറ്റൊരറ്റത്ത് നിന്ന് അദ്ദേഹത്തെ എതിർക്കാൻ കെൽപ്പുള്ള ഒരാളും ഇന്നത്തെ ഈ ഒരു സിൻഡിക്കേറ്റിലോ ഈ ലോകത്തോ ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചത്. അങ്ങനെയാണ് എൻ്റെ ഇത് സിനിമ. പക്ഷെ വാസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ, അല്ലെങ്കിൽ അതൊരു മിസ്പ്ലേസ്ഡ് അസംഷൻ ആണോ, നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടിയതാണോ എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ ചോദിക്കുന്നത്. സോ ഇതിന്റെ അർത്ഥം എന്ത് പറയുന്നത്? യെസ്, സോ സയ്യിദ് മസൂദ് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു വെക്കുന്നത്, അതായത് ഇന്റർനാഷണൽ മെഗാ സിൻഡിക്കേറ്റ് ആയ എബ്രഹാം ഖുറേഷിക്ക് എതിരെ നിൽക്കുന്ന ഒരു പക്ക എതിരാളി, അദ്ദേഹത്തിന്റെ ടീമിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പരസ്പരം കണ്ണിൽ നോക്കി സംസാരിക്കാൻ പടവെട്ടാൻ കെൽപ്പുള്ള ഒരു സിംഹം കൂടി മറുവശത്തുണ്ട് എന്നുള്ളൊരു അന്യായ സാധനം വിട്ടിട്ടാണ് മൂപ്പർ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് സസ്പെൻസ്. അത് ആര്? ആ ഒരു എബ്രഹാം ഖുറേഷിയോട് കടപിടിച്ച് നിൽക്കാൻ കഴിവുള്ള ആ ഒരു പുലിക്കുട്ടി എന്ന് വേണം തന്നെ പറയാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴും ഒരു സിംഹമാണെങ്കിൽ അപ്പോഴും സിംഹത്തോട് എതിരാൻ ഒരു സിംഹം തന്നെ വേണ്ടേ? സോ അതൊരു വലിയൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ സംഭവം എൻഡ് ചെയ്യാണ്. ഇപ്പം ലാലേട്ടനും കൂടി വന്നു, അതോടെ എൻഡായി. സോ ഇത് അങ്ങനെ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ക്യാരക്ടർ. ഞാൻ പറഞ്ഞ പോലെ കബൂഗയൊന്നും അല്ല ഇതിലൊരു മെയിൻ വില്ലനായിട്ട് വരുന്നത്. കബൂഗയുടെ സൈഡ് വില്ലനാണ്. പക്ഷെ ഇതിനേക്കാളും അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ ഒരു സാധനം അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ. അത് ആ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ, ചൈനീസ് ഡ്രാഗൺ ഉള്ള ഷർട്ട് ഇട്ട ആ ഒരു വ്യക്തി തന്നെയാണ്, ആ ഒരു കഥാപാത്രം തന്നെയാണ്. സോ അതാണ് എംപുരാനിലെ ഏറ്റവും വലിയൊരു സസ്പെൻസ് ക്യാരക്ടേഴ്സിലെ. അപ്പൊ അതാരാണ് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളോട് കേൾക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പെക്ടേഷൻ പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത് തീപ്പന്തം പോലെ. സോ ഗ്രാഫ് ഈസ് സോ ഹൈ, പീക്ക് ഈസ് സോ ഹൈ. മാർച്ച് 27 എന്ത് സംഭവിക്കുന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് അറിയാം. എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നുള്ളത്, ആരാണ് വ്യക്തി, അതോ മറ്റോ നമ്മൾ വിചാരിച്ച ആളോ മറ്റോ ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കത്തുന്ന് പറഞ്ഞാൽ ഒരു ജാതി കത്തൻ അങ്ങോട്ട് കത്തും. മനസ്സിലായി? ആ ഒരു ഫേസ് ടു ഫേസ് സംഭവം വരുന്നത്, അതായത് എംപുരാനും ഖുറേഷിയും ആ ഒരു ക്യാരക്ടറും ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് എൻ്റെ മോനെ എജ്ജാതി ആയിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ പൃഥ്വിരാജ് എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ചെറിയ സിനിമ തന്നെയാണ്, വേറെ പ്രത്യേകത ഒന്നുമില്ല. ജസ്റ്റ് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അഭിനയിച്ച ജെറോം ഫ്ലൈനൊക്കെ പോലുള്ള ആൾക്കാർ ഇതിലുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ആൾക്കാർ ഞെട്ടിയതുപോലെ വേറെ ആരും ഞെട്ടിയിട്ടില്ല. ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ ആരാധകർക്ക് അറിയാം ഈ ഒരു ജെറോം ഫ്ലൈൻ എന്നുള്ള ക്യാരക്ടർ അദ്ദേഹം അവതരിപ്പിച്ചു. ബോറിസ് ഒലിവർ ആയിട്ടാണ് മൂപ്പര് ഇതിൽ വരുന്നത്. ഈ ഒരു ക്യാരക്ടർ അത് എങ്ങനെയാണ് പൃഥ്വിരാജ് പുൾ ഓഫ് ചെയ്ത് അദ്ദേഹത്തിന് ഈ ഒരു ക്രൂയിലേക്ക് എടുത്തത് എന്നുള്ളതിൽ ഇൻസെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മലയാളം സിനിമക്ക് ഇതുവരെ, അല്ല ഇന്ത്യൻ സിനിമക്ക് പോലും, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമക്ക് പോലും കഴിയാത്ത ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടത്തിയിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ചെറിയ സിനിമ തന്നെയാണ്. കാണാം നമുക്ക് ആ ചെറിയ സിനിമ മാർച്ച് 27. സോ ദാറ്റ്സ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ നിൽക്കുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് ഫോർ ബീങ് ദെയർ ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.